ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിൽ പലരിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ബോഡി പോസ്ചറിൻ്റെ പ്രശ്നം. നമ്മുടെ ബോഡി പോസ്ചർ നമ്മുടെ മുതുഭാഗം കൊണ്ട് വല്ലാതെ വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, നമ്മുടെ തെറ്റായിട്ടുള്ള ജീവിത രീതിയിലുള്ള നമ്മുടെ നടത്തവും ഇരുത്തവും ഒക്കെ റോങ് ആയിട്ട് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണത്. ഓക്കെ, ഇതേപോലുള്ള ബോഡി പോസ്ചർ നമ്മുടെ മുതുഭാഗം കൊണ്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുക. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ മുതുഭാഗം കൊണ്ടിങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ നടക്കുമ്പോൾ പോലും അത് ഉണ്ടാവാറുണ്ട് പലരിലും. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ മിക്കവാറും ആൾക്കാരിൽ നമ്മൾ കാണപ്പെടുന്നുണ്ട്, നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഇരിക്കുക എന്നുള്ളത്. ഓക്കെ, നട്ടലൊക്കെ ഇങ്ങനെ വളച്ച് മുതുഭാവമൊക്കെ വളച്ച് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. ചില ആൾക്കാർ എഴുതുന്നതും അതിനൊക്കെ എന്തെങ്കിലും വായിക്കുന്നതും ഒക്കെ ഇതേ രീതിയിൽ ഇരുന്നുകൊണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ശീലം മാറ്റിയെടുക്കുക. നിങ്ങൾ നട്ടലൊക്കെ നിവർത്തി നമ്മൾ ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ ശ്രമിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സസൈസുകൾ പരിചയപ്പെടാം ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്യായാമം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഫ്ലോറിൽ കിടക്കാം. ഒരു യോഗ മാറ്റോ ഒരു പായോ എന്തെങ്കിലും വിരിച്ചിട്ട് നിങ്ങൾ കിടക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു ടവലെടുക്കുക, ഒരു തോർത്തെടുക്കുക. അതിനുശേഷം ആ തോർത്ത് കൊണ്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ വ്യായാമം ചെയ്യാം. ബാക്കിലോട്ട് ഇതേപോലെ കൊണ്ടുവന്ന് സ്ക്വീസ് ചെയ്യുക. മാക്സിമം ഫ്രണ്ടിലോട്ട് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കൈകൾ ഇതേപോലെ കൊണ്ടുവരിക. സ്ക്വീസ് ഒരു സെക്കൻഡ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യണം. ഓക്കെ, ബാക്കിലോട്ട് സ്ക്വീസ് ചെയ്തിട്ട് ഇതേപോലെ സ്ക്വീസ് ആൻഡ് ഹോൾഡ്. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഞാൻ ഈ കാണിച്ചു തരുന്ന 5 വ്യായാമങ്ങളും നിങ്ങൾ ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഒരു ബോഡി പോസ്ചർ നമുക്കൊന്ന് കൃത്യമാക്കി കൊണ്ടുവരാൻ പറ്റും. അതിലുപരിയായിട്ട് നമ്മുടെ ബാക്കിലത്തെ നമ്മുടെ ഒരു അപ്പർ ബാക്കിൻ്റെയും ലോവർ ബാക്കിൻ്റെ ഒക്കെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുമൊക്കെ ഈ വർക്കൗട്ടുകൾ വളരെ നല്ലതാണ്. പതുക്കെ വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വ്യായാമം. രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നമുക്ക് ഫ്ലോറിൽ കിടന്നുകൊണ്ടുള്ള ഒരു വ്യായാമമാണ്. അപ്പോൾ നിങ്ങൾക്ക് ടവൽ തോർത്ത് ഇതേപോലെ നിങ്ങൾക്ക് ബാക്കിൽ കൊണ്ടുവന്നിട്ട് പിടിക്കാം. ഇതേപോലെ ഞാൻ ഈ ചെയ്തിരിക്കുന്ന പോലെ. അതിനുശേഷം നിങ്ങൾ പതുക്കെ മുകളിലോട്ട് ഇതേപോലെ ഉയരാം. സ്ട്രെച്ച് മാക്സിമം ഈ ടവലിൽ നല്ല ഫോഴ്സ്, നല്ല ശക്തിയായിട്ട് തന്നെ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല വലിച്ച് പിടിക്കുക. അതിനുശേഷം ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് ഉയരാം. നിങ്ങളുടെ തലഭാഗവും നിങ്ങളുടെ ഒരു നെഞ്ചിൻ്റെ ഭാഗവും പതുക്കെ നിങ്ങൾ ഉയർത്തി കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ ലോവർ ബാക്കിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓക്കെ, നമ്മുടെ നട്ടലിനൊക്കെ വേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ കൊച്ചു കൊച്ചു വ്യായാമങ്ങളൊക്കെ അത് മാറ്റിയെടുക്കാനും കൂടെ ആ നട്ടലിനൊക്കെ നല്ലൊരു ബലം ഉണ്ടാക്കിയെടുക്കാനൊക്കെ സഹായിക്കുന്ന വ്യായാമങ്ങൾ കൂടിയാണ്. അപ്പം മൂന്നാമത്തെ വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കട്ടിലോ എവിടെയെങ്കിലും ഇതേ കണക്ക് കൈ വെക്കാം. കൈ വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈ നേരെയാക്കുക. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം, മടങ്ങിപ്പോരുത്. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്നത് പോലെ സാവധാനം നിങ്ങൾ പതുക്കെ താഴോട്ട് വരിക. നിങ്ങളുടെ തല താഴെ മുട്ടുന്ന രീതിയിൽ ഇതേപോലെ ആവും നിങ്ങളുടെ ഒരു ബോഡി പൊസിഷൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കണം. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഈ ഒരു പൊസിഷനിൽ ഒരു 2-3 സെക്കൻഡ് നിങ്ങൾ അങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പഴയ പൊസിഷനിൽ വരിക. വീണ്ടും ആവർത്തിക്കുക. ഇതേപോലെ സാവധാനം താഴോട്ട് വന്ന് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. ഇതൊരു നല്ല സ്ട്രെച്ചിങ് മൂവ്മെൻറ്റ്സ് ആണ് നിങ്ങളുടെ ബോഡിക്ക്, നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിനും ഗ്ലൂട്ട്സിനും ഒക്കെ നല്ല പ്രയോജനം തരുന്ന ഒരു സ്ട്രെച്ചിങ് കൂടിയാണ്. ഇതേപോലെ നിങ്ങളൊരു 10 പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്യുക. ഓർക്കുക, നിങ്ങൾ താഴോട്ട് വന്നിട്ട് ഒരു 2-3 സെക്കൻഡ് ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ സ്ട്രെച്ച് ആവട്ടെ, കൈ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവട്ടെ. ഇതേപോലെ അങ്ങനെ 10 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തുടർച്ചയായിട്ടൊരു കുറച്ച് ദിവസം, ഒരു 2 ആഴ്ച നിങ്ങൾ ഈ വ്യായാമങ്ങളൊന്ന് ശീലമാക്കി നോക്കൂ. അതിലുപരിയായിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ നിൽപ്പ്, ഇരിപ്പ്, നടത്തം ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ വളഞ്ഞ് ഒന്നും ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളെപ്പോഴും നട്ടെല്ല് നിവർത്തി ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത വ്യായാമത്തിലോട്ട് പോകാം. അടുത്ത വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കട്ടിലിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഈ കിടക്കുന്ന രീതിയിൽ നിങ്ങളുടെ കാലുകൾ താഴെ കുത്തിക്കൊണ്ട് ഈ ഒരു പൊസിഷൻ കണ്ടില്ലേ, ഇതേ കണക്ക് നിങ്ങൾക്ക് കിടക്കാം. അതിനുശേഷം നിങ്ങളുടെ കൈകൾ പതുക്കെ സ്ട്രെച്ച് ചെയ്യുക ബാക്കിലോട്ട്. ഇതേപോലെ ഫുള്ളായിട്ട് മുട്ടണം, താഴെ കൊണ്ടുവന്നിട്ട് മുട്ടിക്കുക. അതിനുശേഷം നോർമൽ പൊസിഷൻ. വീണ്ടും അതേപോലെ തന്നെ പൊസിഷൻ മാറിപ്പോരുത്, ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൊസിഷനായിരിക്കണം.
ഇതേപോലെ ഒരു 3 സെക്കൻഡ് നിങ്ങൾ അങ്ങനെ പുറകോട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നോർമൽ പൊസിഷനിലോട്ട് വരിക. സ്ട്രെച്ച് വലിയട്ടെ, കൈകൾ വലിഞ്ഞു പോട്ടെ. ഇതേ കണക്ക് സ്ട്രെച്ച്. നിങ്ങളുടെ ലാറ്റിൻ്റെ ആ ഒരു ഭാഗത്തും ആ ലാറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വ്യായാമം ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. സാവധാനം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് സാവധാനത്തിൽ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ബോഡി പോസ്ചറിന് നല്ല മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലിരിക്കാം. ഓക്കെ, കാലിൻ്റെ മുട്ട് താഴെ കുത്തിക്കൊണ്ട് ഈ ഒരു പൊസിഷനിലിരിക്കാം. സ്ട്രെയിറ്റായിട്ട് നട്ടെല്ലൊക്കെ നിവർത്തി ഇങ്ങനെ ഇരുന്നതിന് ശേഷം കൈകൾ ബാക്കിലോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ കാലിൻ്റെ ആ ഒരു പാദഭാഗങ്ങളിലായിട്ട്, നിങ്ങളുടെ ആ ഒരു കണങ്കാൽ ഭാഗങ്ങളിലായിട്ട് പിടിച്ചുകൊണ്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. വീണ്ടും പഴയ പൊസിഷനിലോട്ട് വന്നു ഇങ്ങനെ ഇതേപോലെ മാക്സിമം സ്ട്രെച്ച് ആവട്ടെ. നിങ്ങളുടെ ആ ഒരു നോട്ടം എന്ന് പറയുന്നത് മുകളിലോട്ടായിരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു 2-3 സെക്കൻഡ് ഇതേ കണക്ക് തന്നെ ഹോൾഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട്. അപ്പം ഇതും നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. 2 ആഴ്ച തുടർച്ചയായിട്ട് ചെയ്ത് നോക്കൂ, നല്ല മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള ഫിറ്റ്നസ് വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനൽ കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. അപ്പോൾ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്താലും നമ്മുടെ നടത്തവും ഇരുത്തവും നിൽപ്പും എല്ലാം കറക്റ്റായിട്ടാക്കാൻ നമ്മൾ ശ്രമിക്കും.